വേറെ കുറച്ച് പ്ലാനുകൾ ഉള്ളതുകൊണ്ട് വൈകിട്ട് നമ്മളൊരു സ്ഥലത്തിൽ പോകണം. ഇല്ല റിവീൽ ആക്കണ്ടേ. സർപ്രൈസ് ഇവന്റെ വ്ളോഗ് എന്ന ഫുൾ സർപ്രൈസ് അല്ലേ എല്ലാവർക്കും. നിങ്ങൾ കണ്ടിട്ട് ഇറങ്ങി ഓടാൻ എങ്ങനെ പോണം നമ്മള്. ഇപ്പൊ പോണത് മാത്രമേ അറിയൂ. അവിടെ ഇപ്പൊ എത്താനുള്ള വഴിയുണ്ട്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണോ ഒന്നും അറിഞ്ഞൂടാ. അവിടെ എന്തൊക്കെ സ്ഥലം ഉണ്ടെന്ന് കൂടെ ഇനി തന്നെ നോക്കണം. ഇപ്പോഴാണ് ഒരു സർപ്രൈസ് പറഞ്ഞ അവിടെ ഓട്ടോയും ഇത് റെന്റൽ ബൈക്കും ഇല്ല. എന്താ ചെയ്യും? നമ്മൾ നടന്നെങ്ങനെ പോകും അത്ര തന്നെ. നമ്മൾ ഇറങ്ങി തിരിച്ചായി ഒറ്റ മൈൻഡ് രണ്ടെണ്ണം മൈൻഡ്. ഇപ്പൊ പ്ലാൻ ചെയ്തത് ഇങ്ങനെ ഇറങ്ങിയാലേ നടക്കും. ഞാൻ ഇങ്ങനെ തന്നെ പോവാറ് പതിവ്. അതുകൊണ്ട് ഇതൊന്നും എനിക്ക് ഇതായി തോന്നണില്ല. രണ്ടുപേര് വന്നിട്ട് കാണാനില്ല. അതിനെ കുറിച്ച് ഒന്നുമില്ല പറയാനില്ല. ഞാൻ ഓടി വന്ന് അവന്റെ ബൈക്ക് ജിജോന്റെ ബൈക്കിൽ കയറി ഓടി ഇവിടെ വന്നപ്പോ അവന്മാരെ കാണാൻ. അവന്മാര് നിന്നെ വിളിക്കാൻ പറഞ്ഞിട്ടേ പോയി എന്റെ അടുത്ത്. അങ്ങനെ രണ്ടെണ്ണം എത്തി. കൊടുക്കാൻ കൈ കൂടെ കയറ്റി ഞാൻ കുറച്ച് ചിലപ്പോ പൈസ എടുക്കാൻ വന്നായിരുന്നു. അപ്പോഴും മനസ്സിലായി അവിടെ അടപ്പ് ഇവിടെ അടപ്പ് എടുക്കാൻ പറ്റില്ല പൈസ. ഞാൻ കാട്ടി എടുത്തു. ഞാൻ അത് ഓർത്തില്ല. ഇങ്ങനെ പോയി അയ്യോ മറന്നറ അവിടെ അടച്ചിരിക്കുന്നത്. നീ ആലോചിച്ചു. ഞാൻ അവിടെ പോയി എന്റെ ഇവ എന്ത് പറഞ്ഞറിയാമോ? നിങ്ങൾ വന്നിട്ട് പെടുക്കാൻ പോയെന്ന് തോന്നുന്നു. അങ്ങോട്ട് എവിടെയല്ലേ പോകണം. എനിക്ക് തനിച്ച് കാണാം. കണ്ണം കൂടെ കാണും നിന്റെ കൂടെ. നീ കണ്ണം കൂടെ കാണും. ഓക്കെയാ വന്നിട്ട് പോയാ ബസ് വന്നിട്ട് പോയാ. ബസ് വന്നാ പിന്നെ സീറ്റൊന്നും കിട്ടൂല. ഞാൻ അടിച്ചു ഞാൻ കേറും. ഓക്കെ എന്നല്ലേ? കണ്ണുണ്ട് നിന്റെ കൂടെ. ഓക്കെ എന്നല്ലേ? ഇത് ശരി. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്പറുണ്ട്. ഞാൻ അവസരം ആരോ ഞാൻ പോകും. ഞാൻ കയറാൻ പോകും. ഞാൻ അവിടെ പിരിക്കാം. ഇല്ല നടക്കൂല ബ്രോ. നീ മറ്റേ ഇതില് ഡോക്യുമെന്റ് ചെയ്തു. അവസാനം തന്നെ ഞാൻ നോക്കി. ഞാൻ എന്താ ബ്രോ അഭിജിത്ത് 32. 32 ഞാൻ അഭിജിത്ത് സംസാരിക്കണം. ആരും കയറൂല. ഞാൻ കയറും. എന്റെ പേര് അഭിജിത്ത്. അത് എന്റെ സീറ്റ്. പുതിയ ഐഫോൺ എടുത്തു. നിനക്ക് എന്തായാലും ഫ്യൂച്ചർ എടുക്കാനുള്ളതാണ്. അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അവന്റെ കൂടെ കൊച്ചിയിലുള്ള കഥ എനിക്ക് അവനോട് കമ്പനി നിനക്ക് കൊച്ചിയിലൊക്കെ പോയി ഇങ്ങനെ കറങ്ങിട്ട് വരണ്ട. യാവനോർത്ത് വരണ്ട അതിന്റെ അടുത്ത്. എന്നാലേ ഒരു റൗഡി കൊടുക്കുക. അവൻ അല്ലെങ്കിൽ ചൊരി വെക്കണമെങ്കിൽ നിന്റെ ഇടയിൽ അല്ലെങ്കിലും നല്ലത് പറഞ്ഞാ കേൾക്കൂല. നീ അവിടെ ഇരുന്നാ മതി. എനിക്ക് എന്റെ സീറ്റ് തരണം. എനിക്ക് സിംഗിൾ സീറ്റ് വേണം ഗൈസ്. ഒരുത്തനെ പറഞ്ഞ് മനസ്സിലാക്കി ഇവന് മനസ്സിലാവണ്ട. ഞാൻ വണ്ടി വന്നോടോ ഓടിക്കറമേ. സത്യമായിട്ട് ഞാൻ വണ്ടി ഇവിടെ എത്തുമ്പോഴേ ഞാൻ ഓടിക്കറും. എന്റെ സീറ്റ് തരൂലെന്ന് പറഞ്ഞു. വണ്ടി കന്യാകുമാരി എടുത്ത് ഞാൻ തന്നെ ആദ്യം കയറും. ഞാനാ പോടും. ഞാൻ കയറുമേ. എനിക്ക് സിംഗിൾ വേണം. എന്റെ പേരാ അതിൽ എഴുതി കേട്ടോ. സിംഗിൾ തനിച്ച് ബുക്ക് ചെയ്ത അപ്പുറത്ത് തനിച്ച് എന്റെ പേരല്ല ബുക്ക് ചെയ്തത്. ലിസ്റ്റിൽ ഓരോ പേരടിച്ചതാണ്. മനസ്സിലായ പറ്റൂല ബ്രോ. ഞാൻ കയറണം. ഞാൻ എന്റെ സീറ്റ് എനിക്ക് തരണ്ട ഗൈസ്. നിങ്ങളൊക്കെ സംസാരിച്ചു മനസ്സിലായ ഗൈസ്. എന്നെ പോലെ ഇങ്ങനെ ഇൻട്രോവർട്ട് ആവരുത്. ജീവിച്ച് വലിയ നിലയിൽ എത്തേണ്ട പയ്യനാണ്. BCA പഠിച്ച പയ്യനാണ്. അപ്പോൾ നിങ്ങളെന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. ശരി ഗൈസ് ബൈ. ഗൈസ് എല്ലാരും കൂടെ ബസ് സ്റ്റാൻഡിന്റെ വെളിയിൽ ഇറങ്ങി. എന്തിനാണ് നമ്മൾ പോണ ഗൗതമേ? ഗൗതം അവിടെ പോയി GPay ഓർക്കായില്ലെങ്കിൽ മോഞ്ചും. അതുകൊണ്ട് നമ്മള് പൈസ എടുക്കാൻ പോണത്.
ആരും ഷോക്ക വരുത് എനിക്ക് 86 അച്ഛന് പണ്ടേ ലുക്കാണ് നമ്മൾ പണ്ടേ ലുക്കായത്. ഗൗതത്തിന് ഐഫോൺ ഉള്ളത് കണ്ടതായിരിക്കും. ഇത് ഞാൻ യൂസ് ചെയ്യണേ, അത് ബ്ലോഗ് എടുക്കാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ചാർജ് നിൽക്കില്ല, ഒന്നും നിൽക്കില്ല. ഇതാവുമ്പോൾ പെട്ടെന്ന് ചാർജ് ചെയ്യാറ്, അത് മണിക്കൂർ. ഡിസ്പ്ലേ വേണം എൻ്റെ ചേട്ടൻ, ഞാൻ ഡിസ്പ്ലേ മാറ്റി എടുത്തത് കുറെ മാസങ്ങളായി. നമ്മളെ തിരുനെല്ലയിൽ ഗൗതം എന്താ മേടിക്കാൻ പോണോ? നമുക്ക് അലുവ മേടിച്ചേരാൻ പോണോ ഗൗതം? ഇല്ലേ ഗൗതം? എങ്ങനെ ചെയ്യണമെന്നും കൂടെ കേൾക്കാം. കന്യാകുമാരി അലുവ ഇറക്കാൻ ശരി ഗൈസ്, ബസ്സിൽ കയറി നമ്മൾ നാളെ പുതിയ ബസ് കിട്ടി. ചാർജിങ് പോയിന്റ് എല്ലാം എൻ്റെ സീറ്റ് അവൻ കട്ടെടുത്ത് പോയി. അതേ പറഞ്ഞ സീറ്റ്, അതാണ് പറഞ്ഞത്. ഇത്രയും നമ്മൾ അടി വെച്ചോണ്ടിരുന്നതാണ്, പക്ഷേ എനിക്ക് കിട്ടി പിന്നെ. ശരി ഗൈസ്, എന്നാണ് നാളെ കൊടൈക്കനാലിലെത്തിയിട്ട് കാണും. നമ്മൾ പോണത് എവിടെ നിന്ന് പറഞ്ഞില്ല, ഇപ്പോൾ അതറിയാം. നീ ടൈറ്റിൽ ഇട്ടിരിക്കുമല്ലേ? ടൈറ്റിൽ എന്തായാലും ഇടും. അപ്പോൾ നമ്മൾ കൊടൈക്കനാലാണ് പോകുന്നത്, കൊടൈക്കനാലിലെത്തിയിട്ട് കാണും.